എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. ഞാൻ ബെലർ ജിമ്മിലെ ഒരു ട്രെയിനറാണ്. അപ്പം ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം നമുക്ക് വാമപ്പിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഋഷികേശാണ്. ഋഷികേശ് വന്നിട്ട് എൻ്റെ ക്ലൈൻ്റാണ്. ഒരു വർഷമായിട്ട് പുള്ളി എൻ്റെ ക്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ പുള്ളി സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം ഈ വർക്കൗട്ട് നമുക്ക് ഇന്ന് ഡെമോ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഋഷികേശാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാമപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഗിന് വേണ്ടിയിട്ടാണ്, ക്വാഡ്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇപ്പം വരുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വന്നിട്ട് നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ആണ്. അപ്പം നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഗ് എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ചെയ്യുന്ന മെഷീൻ. ഇതാണ് ലെഗ് എക്സ്റ്റൻഷൻ. അപ്പം പലരും ലെഗ് എക്സ്റ്റൻഷൻ വന്നിട്ട് വെയിറ്റ് കൂട്ടി ചെയ്യാനായാലും അല്ലെങ്കിൽ പിന്നെ അവർ കറക്റ്റ് ഫോർമാറ്റും അല്ലാത്ത മീൻസ് കറക്റ്റ് ഫോക്കസ് ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ കറക്റ്റായിട്ടുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ സാധാരണ ചിലവരൊക്കെ ഫേക്കായിട്ട് ചെയ്യുന്ന, ഫേക്ക് മീൻസ് അങ്ങനെയല്ല, അവർ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാതെ അത് ചെയ്യുന്നതാണ്. അത് തെറ്റാണെന്നല്ല, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മസിൽ തന്നെ കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഫേക്കായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെഗ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പം ഇത് മീൻസ് കുറച്ചുകൂടെ നമ്മൾ എടുത്തെറിഞ്ഞ് ചെയ്യാൻ ഉദ്ദേശിച്ച് ഞാൻ പുള്ളിക്കാരൻ കുറച്ച് കറക്റ്റായിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫോം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ ഒരു നമ്പർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിൽ ഇതൊന്ന് ഹോൾഡ് ചെയ്യുക, ഒരു സെക്കൻഡ് എങ്കിലും ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഹോൾഡ് ചെയ്യുക. നമ്മൾ താഴെ കൊണ്ട് ഫ്രീ ആക്കാതിരിക്കുക. മസില് കറക്റ്റായിട്ട് അവിടെ സ്ട്രെച്ച് കിട്ടണം. അവിടെ നമ്മൾ മുകളിലോട്ട് ടൈറ്റ് ചെയ്യണം. ഈ രണ്ടും നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമ്മളെ ക്വാഡ്രൈസെപ്സ് എന്നുള്ള മസിൽ ഫോം ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മളുടെ മസിലിന് ആ വെയിറ്റ് കിട്ടണം. ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്രൈസെപ്സ് മസിലായാലും നമ്മൾ ഏത് മസിൽസിന് ചെയ്താലും കറക്റ്റ് ഫോക്കസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ, നമുക്കിനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇപ്പം നമുക്ക് 10 റെപ്പ് മുതൽ 15 റെപ്പ് വരെ ചെയ്യാം. ഇതിപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് റിവേഴ്സ് ലെഗ് റൈസ് എന്നുള്ള വർക്കൗട്ടാണ്. അത് നമുക്ക് ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ റിവേഴ്സ് ലെഗ് റൈസ് ആണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പുള്ളിയെ എടുക്കാത്തേ. ഓക്കെ, നമ്മൾ ആദ്യം കിടക്കുന്നു. കിടന്നതിന് ശേഷം 2 കാലും നീട്ടി വയ്ക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ നമ്മുടെ കഴുത്തുമായിട്ട് അറ്റാച്ച് വെച്ചേക്കണം. അപ്പം നമുക്ക് ഈ ഭാഗത്ത് സ്ട്രെയിൻ വരത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗത്തിനെ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ലോവർ ബാക്ക് ഈ ഭാഗത്തിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ കാല് പൊക്കണ സമയത്ത് നമ്മുടെ കാൽമുട്ട് മടങ്ങാൻ പാടില്ല. ഇവിടെ നിന്ന് ഇതുവരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് ഇങ്ങനെ തന്നെ ഹിറ്റ് ചെയ്യണം. അപ്പോഴേ ഈ ഭാഗത്ത് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഋഷികേശ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ലെഗ് എക്സ്റ്റൻഷൻ നമ്മൾ 2 സെറ്റാണ് ചെയ്യേണ്ടത്. 2 സെറ്റിൽ നമുക്ക് 10 മുതൽ 15 റെപ്പ് വരെ ചെയ്യാം. 10 റെപ്പ് മതി എന്നുള്ള ആൾക്കാർക്ക് 10 റെപ്പും 15 റെപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 15 റെപ്പും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് 2 സെറ്റ് റിവേഴ്സ് ലെഗ് റൈസ് ചെയ്യുകയാണ്. ഇതും 10 നമ്പർ മുതൽ 15 നമ്പർ വരെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ പെട്ടക്കിലോട്ട് പോവുകയാണ്. പെട്ടക് ഫ്ലൈസ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പെട്ടക് ഫ്ലൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് വന്നിട്ട് ചെസ്റ്റിന് വന്നിട്ട് 2 മസിലാണുള്ളത്, പെക്ടോറിയസ് മൈനർ ആൻഡ് പെക്ടോറിയസ് മേജർ. ഇങ്ങനെ ഒരു ബുക്കിന്റെ ഇതള് പോലെ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് അതേപോലത്തെ ഒരു ഇതിൽ വരുന്ന മസിലാണ്. പെക്ടോറിയൽസ് മൈനർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുവരെ വരും. മേജർ എന്ന് പറയുന്നത് ഇത്രയും വരും. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലും നമുക്ക് മസിൽ സ്ട്രെച്ച് ആകുന്നതും തിരിച്ച് ടൈറ്റ് ആകുന്നതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം.
നമ്മൾ വെയിറ്റ് ഓവർ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു മൂവ്മെന്റ് കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ ആ മസിൽ ആക്ടിവേറ്റ് ആവത്തില്ല. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. വെയിറ്റ് നമുക്ക് ക്രമേണ കൂട്ടാം. നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് വെയിറ്റ് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഋഷികേശ് കാണിക്കും. ആദ്യം നമ്മൾ 2 കാലും തറയിൽ ചവിട്ടി ഗ്രിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു. ചെസ്റ്റ് അപ്പ് ഇരുന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. നമുക്ക് ഈ ടൈറ്റ്നെസ് കിട്ടണം. ഈ 2 മസിലും നമുക്ക് ആ ഒരു പമ്പിങ് വരണം. നമ്മൾ ടൈറ്റ് നിർത്തി ആ ഒരു പമ്പിങ് കൊണ്ടുവരണം. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാണ് പെട്ടക് ഫ്ലൈസ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് അടുത്തത് ലാഗ് പുൾ ഡൗൺ. ലാക്സ് മസിൽസിനുള്ള ലാഗ് പുൾ ഡൗൺ വർക്കൗട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ലാഗ് പുൾ ഡൗൺ ചെയ്യാൻ പോകുന്ന മെഷീൻ. ഇതിൽ നമ്മൾ ഇത് ചെയ്യാൻ മുമ്പായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് വന്നിട്ട് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെയും സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. പലരും ഇത് പൊക്കി വെച്ചേക്കും, കാല് ലൂസായിരിക്കും ഇതിൻ്റെ ഇടയിൽ. അപ്പം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് പുള്ള് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കറക്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്ത് നമ്മുടെ കാല് കറക്റ്റ് ഒരു പില്ലർ ഷേപ്പിൽ, നമ്മൾ ഈ കാണുന്ന ഒരു ഷേപ്പിൽ ഇത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് പുള്ള് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പവർ കിട്ടും. മറ്റു നമ്മുടെ പ്ലാറ്റ്ഫോം വീക്ക് ആകുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് വലിക്കാൻ നോക്കും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോസ് ഗ്രിപ്പ് ചെയ്യാം, തിരിച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലാഗ് പുൾ ഡൗൺ ക്ലോസ് ഗ്രിപ്പ്, റിവേഴ്സ് ഗ്രിപ്പ് ക്ലോസ് ആണ്. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു. ലേശം ഒരു ബെൻഡ് ബാക്കിലോട്ട്. നമ്മൾ ഈ നോട്ടം മുകളിലോട്ട് നോക്കണം. നോട്ടം മുകളിലോട്ട് നോക്കാൻ പറയാൻ കാര്യം, ഇപ്പം ബിഗിനേഴ്സ് ആകുമ്പം ഇത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ വെയിറ്റ് കൂട്ടുമ്പോഴും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഈ മോഡൽ തന്നെ ഫോക്കസ് ചെയ്യും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും വെയിറ്റ് വലിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ തല ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് വലിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ തലയിലൊക്കെ തട്ടി ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനൊരു മോഡൽ നമ്മൾ മുകളിലോട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും തട്ടി ഇഞ്ചുറി വരാൻ ചാൻസ് വരത്തില്ല. ഓക്കെ, ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇത് പുള്ള് ചെയ്യേണ്ട കൂട്ടത്തിൽ തന്നെ നമ്മൾ ലാക്സ് മസിലും കൂടെ ഫോക്കസ് ചെയ്ത് വലിക്കണം. നമ്മുടെ ഫോറാംസോ ബൈസെപ്സിന്റെ പവർ കൊണ്ട് വലിക്കാതെ ലാക്സ് മസിൽ ഫോക്കസ് ചെയ്ത് ഇത് പുള്ള് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഋഷികേശ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. ഇത് അതേപോലെ തന്നെ നമ്മൾ ഇത് സാധാരണ ചില ആൾക്കാരൊക്കെ ഇതിങ്ങനെ വലിച്ചിട്ട് അങ്ങ് വിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഒരു സ്ട്രെച്ചിന്റെ ഫോക്കസ് അല്ലെങ്കിൽ കൂടുതൽ പോകുന്നത് നമ്മൾ മാക്സിമം അതിനൊന്ന് പുള്ള് ചെയ്ത് ബാക്ക് ലാക്സ് ഒന്ന് 1 സെക്കൻഡെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് മുകളിലോട്ട് വിടാനായിട്ട്. അപ്പൊ ഋഷികേശ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാറ്ററൽ ഡെൽറ്റോയിഡിനുള്ള, നമ്മുടെ ഡെൽറ്റോയിഡ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് ഋഷികേശ്. നമ്മൾ ഈ കാണുന്ന ഒരു പോർഷനാണ് നമ്മൾ ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലാറ്ററൽ ഡെൽറ്റോയിഡ് എന്നും, ഈ വരുന്ന പോർഷൻ നമ്മൾ ആന്റീരിയൽ ഡെൽറ്റോയിഡ് എന്നും, ഈ വരുന്ന പോർഷൻ നമ്മൾ പോസ്റ്റീരിയൽ ഡെൽറ്റോയിഡ് എന്നും പറയും. അപ്പൊ ഇതിൽ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ ഡെൽറ്റോയിഡിനുള്ള വർക്കൗട്ടാണ്. അത് ഡംബലിലാണ്, ലാറ്ററൽ റൈസ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഒരു സ്ലോ ആയിട്ട് തന്നെ ഒന്ന് ചെയ്ത് പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും നമ്മൾ അങ്ങനെ ഫോക്കസ് ഒരുപാട് ചെയ്യേണ്ട, പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ചെയ്തതല്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാരൊക്കെ അവർ ചെയ്യുന്നതിൽ അവർ ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ വെറുതെ വെയിറ്റ് വലിച്ചു വാരി അടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കറക്റ്റ് മസിൽ കിട്ടണം. പയ്യെ നമുക്ക് വെയിറ്റ് കൂട്ടാം. നമുക്ക് ഒരു 3 ദിവസമോ 4 ദിവസമോ കൂടുമ്പോൾ തന്നെ വെയിറ്റ് കൂട്ടാൻ പറ്റും. നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടും. അപ്പൊ ഇത് കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴേന്ന് വളരെ മീൻസ് ചുമ്മാ എടുത്ത് എറിയാതെ താഴേന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ട് നിർത്തി ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് 1 സെക്കൻഡെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വിടണം. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ലാറ്ററൽ ഡെൽറ്റോയിഡ് ഫോക്കസ് ആവും ചെയ്യാം.
ഓക്കെ, നമ്മളിനി അടുത്തത് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഭാഗത്തെ മസിലാണ്. അപ്പം അതിനുള്ള വർക്കൗട്ടാണ്. അപ്പം ഇതിനെ പറയുന്നത് ഫ്രണ്ട് റൈസ് എന്നാണ്, ഫ്രണ്ട് ഡംബൽ റൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ താഴെ നിന്ന് കൊണ്ട് മുകളിൽ ഹോൾഡ് ചെയ്ത് ഈ മസിൽസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വിടുന്നു. അപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് മൂവ്മെന്റ് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഇത് നമുക്ക് മസിലിന് ഫോക്കസ് കിട്ടും. അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ വെയിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെറിയ വെയിറ്റ് ചെയ്താലും 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത വെയിറ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മസിലിനൊരു സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വെയിറ്റിലോട്ട് പോയി നമുക്ക് കുറച്ച് നല്ല വെയിറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ചെറിയ വെയിറ്റിൽ തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസെപ്സ് ആണ്. ബൈസെപ്സ് നമുക്കിപ്പോൾ വന്നിട്ട് ബൈസെപ്സ് കേബിൾ കേൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ബൈസെപ്സ് കേബിൾ കേൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കേബിൾ കേളാണ്. ഇത് നമ്മുടെ ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഋഷികേഷ് കാണിക്കുന്നു. എല്ലാ നമ്പറും നമ്മൾ മുകളിൽ ഇതേപോലെ 1 സെക്കൻഡെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ താഴെ നിന്ന് ബൈസെപ്സ് മസിലിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന് മുകളിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. നമ്മൾ 1 സെക്കൻഡെങ്കിലും അവിടെ ഹോൾഡ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വിടുന്നത്. ഇതിലും നമ്മളുടെ മസിൽ സ്ട്രെച്ചായി നിൽക്കുന്ന പൊസിഷൻ നമ്മൾ ഫ്രീ ആക്കാതെ ആ സ്ട്രെച്ച് ഫുൾ ഇൻവോൾവ്മെന്റ് മസിലിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അത് മുകളിലോട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തുന്നു. ഈ മൂവ്മെന്റ് രണ്ടും നമുക്ക് ഒരു മസിൽസ് ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ട് ഘടകമാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടിലും ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേബിൾ പുഷ് ഡൗൺ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അത് നമ്മുടെ ട്രൈസെപ്സിന് വേണ്ടിയിട്ട് ഉള്ള വർക്കൗട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് ഈ ട്രൈസെപ്സ് ലോക്കഡ് ആവണം. കണ്ടോ, പുള്ളിയുടെ ട്രൈസെപ്സ് ലോക്കഡ് ആയ സമയത്ത് ആ മസിലിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പലരും വെയിറ്റ് ഒരുപാട് ഇട്ടിട്ട് ഇതിനെ കൊണ്ടുവന്ന് മാക്സിമം ഇങ്ങനെ വലിക്കാനായിട്ട് ശ്രമിച്ച് ഇതുവരെ വന്ന് കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിൽ കറക്റ്റായിട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് പയ്യെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മസിലിന് നല്ലതാണ്. നമ്മളല്ലാതെ ഓവർ വെയിറ്റ് ഇട്ട് അടിച്ചത് കൊണ്ട് കാര്യമില്ല. പക്ഷെ മസിൽ ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരാൾക്ക് വെയിറ്റ് ഇട്ട് അടിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഈ ഒരു ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി മസിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്താൽ നമുക്ക് നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ പുള്ളി ഒന്നും കൂടെ കാണിച്ചു തരും. ട്രൈസെപ്സ് ഇതിപ്പോൾ നമ്മുടെ ട്രൈസെപ്സിന്റെ മസിൽ സ്ട്രെച്ചിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അതിനെ ടൈറ്റിലോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ കൂടുതലും ഫോക്കസ് ഇവിടെ കൊടുക്കണം. ഇവിടെ പലരും ഫോക്കസ് കൊടുക്കാതെ കുറച്ച് വരെ കൊണ്ടുവന്നിട്ട് വിടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഫോക്കസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നല്ല ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു ട്രൈസെപ്സ് മസിൽ കിട്ടത്തുള്ളൂ. ഋഷികേഷ് ഒരു 2 റെപ്പും കൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. അപ്പം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ചിലവർക്ക് ഒരു ഐഡിയ കാണത്തില്ല എങ്ങനെ ആദ്യം ചെയ്യണം, എന്ത് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ 2 വർക്കൗട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഷ്രഗും നമ്മുടെ കാഫ് റൈസും. ആ 2 ഇതിനൊന്നും നമ്മൾ വർക്കൗട്ട് ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ മസിൽസിനും ഉണ്ട്. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ അത് 2 കൂടെ വേണ്ടതെന്ന്. അപ്പോൾ അത് നമുക്ക് ക്രമേണ ആഡ് ചെയ്യാവുന്നതാണ്. അത് തൽക്കാലത്തേക്ക് ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ചെല്ലുന്നവർക്ക് ഇത് നല്ലൊരു മീൻസ് ഇതിലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പം ഇങ്ങനൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മസിലും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സ്ട്രെങ്ത് ആയി വരികയും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വർക്കൗട്ട് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.